ഞാൻ പരിശീലനം ലഭിച്ച, അച്ചടക്കമുള്ള, റോമിനോട് വിശ്വസ്തനായ ഒരു പട്ടാളക്കാരനായിരുന്നു. യഹൂദന്മാരുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്നയാളുടെ ശവകുടീരം കാക്കാൻ അവർ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്തില്ല. അത് മറ്റൊരു ജോലി മാത്രമായിരുന്നു. ഞങ്ങൾ കല്ല് അടച്ചു, കാവൽ സ്ഥാപിച്ചു, ജാഗ്രത പാലിച്ചു. എന്റെ കാവലിൽ ആരും ഒരു മൃതദേഹം മോഷ്ടിക്കാൻ പോകുന്നില്ല. പക്ഷേ ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് അത് വിശദീകരിക്കാൻ കഴിയില്ല. പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി, അക്രമാസക്തവും അസ്വാഭാവികവും. ഞങ്ങളുടെ താഴെ ഭൂമി കുലുങ്ങി, കല്ലറയിൽ നിന്ന് ഒരു അന്ധതയുണ്ടാക്കുന്ന വെളിച്ചം പൊട്ടിത്തെറിച്ചു. ഞങ്ങൾ മരിച്ചവരെപ്പോലെ വീണു. മിന്നൽ പോലെ തിളങ്ങുന്ന എന്തോ ഒന്ന് ഞാൻ കണ്ടു. ആരോ, മഞ്ഞുപോലെ വെളുത്ത വസ്ത്രങ്ങൾ. കല്ല് സ്വയം ഉരുണ്ടുമാറി. കൈകളൊന്നും അതിൽ തൊട്ടില്ല. ഒടുവിൽ ഞാൻ അകത്തേക്ക് നോക്കാൻ ധൈര്യപ്പെട്ടപ്പോൾ ശരീരം പോയി. ഞാൻ ഓടി, ഹൃദയമിടിപ്പ്, മുഖ്യപുരോഹിതന്മാരുടെ അടുത്തേക്ക്. ഞാൻ എല്ലാം അവരോട് പറഞ്ഞു. ഇപ്പോഴും വിറച്ചു. പക്ഷേ പരിഭ്രാന്തരാകുന്നതിനുപകരം അവർ പരസ്പരം മന്ത്രിച്ചു. പിന്നെ അവർ എനിക്ക് വെള്ളി തന്നു, ഒരു പട്ടാളക്കാരൻ മാസങ്ങൾ കൊണ്ട് സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ. എന്നിട്ട് പറഞ്ഞു, നീ ഉറങ്ങുമ്പോൾ അവന്റെ ശിഷ്യന്മാർ ശരീരം മോഷ്ടിച്ചുവെന്ന് ആളുകളോട് പറയൂ. ഉറങ്ങുകയാണോ? ഞാൻ ഉറങ്ങിയിരുന്നില്ല. ഞങ്ങളാരും ഉറങ്ങിയിരുന്നില്ല. പക്ഷേ എനിക്ക് എന്തു ചെയ്യാൻ കഴിയും? ദിവ്യമായ എന്തെങ്കിലും സംഭവിച്ചുവെന്ന വാർത്ത പ്രചരിച്ചാൽ അത് നഗരത്തെ കീഴ്മേൽ മറിക്കും, ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തും. അങ്ങനെ ഞാൻ വെള്ളി എടുത്തു. ഞാൻ നിശബ്ദത പാലിച്ചു. പക്ഷേ സത്യം എന്നിൽ ജ്വലിക്കുന്നു. ഞാൻ ശവകുടീരം തുറന്നത് കണ്ടു. ഞാൻ വെളിച്ചം കണ്ടു. എനിക്കറിയാം, ആ ശവകുടീരത്തിൽ അവശേഷിച്ചത് മനുഷ്യർ മോഷ്ടിച്ചതല്ല. അന്ന് രാവിലെ അതിലും വലിയ എന്തോ ഒന്ന് പുറത്തുവന്നു. ഞാൻ അത് ഒരിക്കലും മറക്കില്ല.